റോബിൻ്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും പരസ്പരം ചിന്തിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ആരതിയും റോബിനും ഒരുമിച്ച് പങ്കുവച്ച ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ഒരു സംശയം വരുന്നത്. ആരാധകരെല്ലാവരും ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ്, റോബിൻ്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യം. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റോബിൻ തൻ്റെ വിവാഹം ഈ ഞായറാഴ്ച 16-ാം തീയതിയാണ് എന്ന് പറഞ്ഞത്. 5, 6, 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണെന്ന് മാത്രമായിരുന്നു റോബിൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ റോബിൻ എന്തിനങ്ങനെ ചെയ്തു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ ഇതൊരു വിവാഹമല്ല എന്ന് പറയുന്നു, താലി കെട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബോളിവുഡ് രീതിയിൽ ഒരു ചടങ്ങ് മാത്രമാണ് നടത്തിയതെന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് വന്ന് ഇവരുടെ ആരാധകർ തന്നെ പറയുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് വളരെയധികം പ്രത്യേകതകൾ ഏറെയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ആരതിപ്പൊടി തന്നെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചതിനോടൊപ്പം പറഞ്ഞിരുന്നു. 9 രീതിയിലാണ് ഈ ചടങ്ങുകൾ ഒരുങ്ങിയതെന്ന് പറയുന്നു. കുടുംബത്തിനും അതിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ സൗഹൃദത്തിനും സ്നേഹത്തിനും ഒക്കെയായിട്ടായിരുന്നു ഈ പൂജ നടന്നത്. ഒരു പൂജ എന്ന രീതിയിൽ അഗ്നിയുടെ മുന്നിൽ വെച്ചായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചത്. ഇത് വിവാഹമല്ല എന്നും മറിച്ച് വിവാഹത്തിൻ്റെ ആഘോഷം മാത്രമാണ് എന്നും ഇത് തുടക്കം മാത്രമാണെന്നും ഇതിലൂടെ പറയുന്നുണ്ട്. പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്ന് തന്നെ പറയാം. അഗ്നിക്ക് മുമ്പ് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലിരുന്ന് വധൂവരന്മാർ പ്രാർത്ഥിക്കുന്ന ചിത്രം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇരുവരും പുഷ്പഹാരം അണിഞ്ഞിരിക്കുന്നത് ചിത്രങ്ങളിൽ കാണാം. എന്നാൽ ആരതിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങുകളൊന്നും തന്നെ കാണുന്നില്ല. ഇതൊരു ബോളിവുഡ് രീതിയിലെ ഒരു വിവാഹമാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ആദ്യം കരുതി. എന്നാൽ താലി കെട്ടുമെന്നും അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചടങ്ങെന്നും അതാണ് ഈ 16-ാം തീയതി എല്ലാ മാധ്യമങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വരുത്തുന്നതെന്നും പറയുന്നു. എന്നാൽ അതിനു മുൻപുള്ള ഈ ചടങ്ങുകളെല്ലാം തന്നെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആരതിയുടെയും റോബിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഓർത്തു വിവാഹം എന്ന് പറഞ്ഞ് കള്ളം തീയതി പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പറ്റിച്ചതാണെന്ന്. എന്നാൽ ഇതാണ് സത്യാവസ്ഥ എന്നറിയില്ലായിരുന്നു. എന്തായാലും കലക്കി. ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ചടങ്ങുകളൊക്കെ ഉള്ള ഒരു വിവാഹമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. എല്ലാം പൊടിയുടെ പ്ലാനിങ് തന്നെയാണെന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. തൻ്റെ വിവാഹം എങ്ങനെ ഇരിക്കണമെന്ന് പൊടിക്ക് നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ് പോലും വളരെ നന്നായി പ്ലാൻ ചെയ്ത വ്യക്തിക്ക് വിവാഹവും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങൾ ആവേശഭരിതരായി ഇത്രയും ദിവസം കാത്തിരുന്നതും ഇതൊക്കെ കാണാൻ തന്നെയാണ്. വ്യത്യസ്ത രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ വിവാഹമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പൊടി അത് ആ രീതിയിലായിരിക്കും ചെയ്യുന്നതെന്നും പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. എന്തു തന്നെയായാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് നടത്തിയെടുത്തു എന്ന് പ്രേക്ഷകരും അഭിനന്ദിക്കുന്നുണ്ട്. പൊടിക്ക് ഇത് അഭിമാനിക്കാമെന്ന് പ്രേക്ഷകരും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് പൊടിയെയും റോബിനെയും. ആ വാർത്തകളെല്ലാമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോബിനും ആരതിക്കും ആശംസകളും അറിയിക്കാൻ ആരും മറക്കുന്നില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.